വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് എന്താ കാര്യം? ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ? ഒന്ന് പോ മനുഷ്യ അവിടുന്ന്. ഞാൻ ആവശ്യമുണ്ടായിട്ട് തന്നെയാ പോയത്. എന്റെ മണിക്കുട്ടി അവിടെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോ എനിക്കത് കാണാതെ വീട്ടില് ഞാൻ എങ്ങനെ ഇരിക്കുന്നേ? സ്കൂൾ പഠിക്കുന്ന കുട്ടികള് ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ കൂടുന്നത് പതിവാ. അതിന് രക്ഷിതാക്കളും അവിടെ തന്നെ പോയി കുത്തിരിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അയ്യോ, ഈ മനുഷ്യന് എന്നെ കുറ്റം പറയാൻ കിട്ടുന്ന സമയം മുതലാക്കുകയല്ലാതെ വേറെ ഒരു ജോലിയുമില്ല. ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? അയ്യോ മമ്മി, കരയാതിരിക്കും മമ്മി. കരഞ്ഞിട്ടെന്താ കാര്യം? വേദന കുറയോ? പക്ഷേ വയ്യെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പൊ തനിക്ക് എവിടെയാ വേദന? പക്ഷേ നീ എഴുന്നേൽക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന്. ആ, എന്നാ നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അപ്പോ ഭേദമായിക്കോളും. മുത്തേ, മുത്തേ, ഇവിടെ വന്നിരിക്ക്. മുത്തിനോടാണ് പറഞ്ഞത്, ഇവിടെ വന്നിരിക്ക്. മണിക്കുട്ടി, അല്ല മണിക്കുട്ടി, നിനക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്നൂടെ നിന്റെ മമ്മിക്ക് വേണ്ടി? ഓഹോ, നിനക്കറിയാത്തത് എങ്ങനെ മുത്തിനറിയും? പോ, എഴുന്നേറ്റ് പോ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കുന്നതെന്ന്. നടക്ക്. ആരാ ഇപ്പോ ഇവിടെ വന്നിരുന്നേ? എന്താ? അതെന്താടി നീ എന്റെ പേരും മാറ്റിയോ? അതെന്താ നീരോ ഇവിടെ ഒരു തമാശ ചിരി അവർക്ക്? നീ എന്റെ പേരും മാറ്റിയോ? മോഹൻലാലിനാക്കിയോ? അതാണോ ഇവരോട് പറഞ്ഞത്? അതിന് എന്നാ പിന്നെ നിനക്ക് നിന്റെ കെട്ടിയന്റെ പേര് അമിതാഭ് ബച്ചൻ എന്നാണെന്ന് പറഞ്ഞൂടെ?
പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ ഇമ്മച്ചി ഓടി വാ വലിയമ്മക്ക് പ്രാന്തായിക്കണോ എപ്പോ ദാ ഇപ്പോ മച്ചി ദാ കറിക്കിടാൻ കൊടുന്ന തക്കാളി കെടുത്തിട്ട് മുഖത്ത് വെച്ചുക്കണോ അയിനാണ് കുർത്തജ്ജിന്റെ പ്രാന്തത്തെന്ന് വിളിക്കുന്നത് പിന്നെ കറി വെക്കാൻ തക്കാളി വേണ്ടേ ഈ വലിയമ്മ ഈ തക്കാളി കെടുത്തിട്ട് മുഖത്ത് തേച്ചാല് എങ്ങനെ ശരിയാകാ കറി പിന്നെ വലിയമ്മയുടെ മുഖത്താ ഉണ്ടാക്കണേ ഞാനേ ചോറ് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വരട്ടെ ചെറുക്കാ പിന്നെ എന്റെ അമ്മച്ചിയുടെ പോലെ തളാര പോലെ ഞാൻ നടക്കാൻ വേണ്ടേ അതിന്റെ മോന്തം ഒന്നും തേക്കൂല അതിനെ കാണാൻ എനിക്ക് ഓർക്കൂല കുറ്റം പറഞ്ഞതിന് ചെറുക്കനാണേ ഞാനേ എന്റെ അപ്പ ഇങ്ങനെ പോകുമ്പോഴേ എല്ലാരും എന്നെ കണ്ടാലേ ഓന്റെ താത്തേന്നാ ചോദിച്ചാ അല്ലാതെ ഓന്റെ അമ്മീന്നൊന്നും എന്നെ പറയില്ല അത്രക്ക് പ്രായം കമ്മിന്റെ മുഖത്ത് തോന്നിയിട്ടല്ലേ പിന്നെ പള്ളി പറഞ്ഞാ മതി എപ്പഴാ ഞാൻ കേട്ടിട്ടില്ലല്ലോ എടി ചെറുക്കാ അന്നോട് ആരെങ്കിലും പറയോ ഓന്റെ കാര്യം ഞാൻ പറയണതേ എന്റെ ഉപ്പാടെ കാര്യേ നിക്കിജേ ഇജ് എവിടേക്ക് ഓടുന്നത് ഇന്ന് ഈ സമയം വരെ ഇജ് എന്റെ ഉമ്മച്ചിയും പോകുമ്പോ അന്നോട് ആരെങ്കിലും എന്റെ ഉമ്മച്ചിനെ കണ്ടിട്ട് താത്തേന്ന് ചോദിച്ചുക്കണോ ഉമ്മച്ചീടെ ഉമ്മച്ചിനെ വലിയമ്മ കുറ്റം പറയണോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പഠിച്ചോനെ ഈ പാട്ടുകാരത്തിനും കൊണ്ട് തോറ്റു എവിടെ നോക്കിയാലും ഇവിടെ പാട്ടാണല്ലോ. അല്ല കുൽസോ എന്താ തക്കാളിയും പിടിച്ചും കൊണ്ട് കറിയിലിടാൻ തക്കാളി ഒന്നും വേണ്ടേ? ഇപ്പൊ ഇതൊക്കെ എന്റെ മോന്തമേ തേക്കണത്. ഇന്ന് സുലൈമാൻ തങ്ങൾ കേട്ടോളി ഈ കുൽസ് വെളുക്കാൻ തീരുമാനിച്ചു എടി കുൽസോ അത്യാവശ്യം സൗന്ദര്യമില്ലായ്മ അനക്ക് പഠിച്ചോ തന്നിക്കണു. നിങ്ങൾ നമ്മളെ കളിയാക്കണമെന്ന് പഠിച്ചോൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ? അതെന്താ കുൽസോ അനക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? ഇന്നത്തെ രേസ് സാധനങ്ങൾ വാങ്ങിത്തരും. എന്ത് ഫ്രണ്ട്സി മിൽക്കി. മിൽക്കോ? പാല് കാച്ചി കുടിച്ചാനാ? ഇത് അതൊന്നും അല്ല. പിന്നെ പിന്നെ സൺസ്ക്രീന്, പിന്നെ ഫൗണ്ടേഷന്. ഫൗണ്ടേഷനോ? അതെന്തിനാ? പേർക്ക് പെയിന്റ് അടിച്ചാനാ? അത് വേറെന്താ മൂത്തേക്കണ ഫൗണ്ടേഷന്. ആ അടുത്തതോ? പിന്നെ മസ്കാര, കാജല്. ഇത്രയും മതി നമുക്ക് വെളുക്കാന്. ഇതെല്ലാം മേടിച്ചെന്ന് വെച്ച് വെളുക്കുവോ? കുടുംബ വെളുക്കാൻ പോണത് അല്ലാതെ ഇജൊന്നല്ല. ഇജ് തൽക്കാലേ ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. അല്ല പിന്നെ ഇജ് ഇങ്ങനെ ഇരുന്നാ മതി, ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം. എല്ലാം കൂടി ഒന്ന് വാങ്ങിത്തരും, ഞാനൊന്ന് വെളുക്കട്ടെ. എനിക്ക് വെളുക്കണം, എന്തായാലും വെളുക്കണം പ്ലീസ്. പൈസ എത്രയാവും നിനക്ക് വല്ല കണക്കും കജ്ജും ഉണ്ടോ? നമ്മൾ വേണമെങ്കിലേ ഇന്നത്തെ അയൽക്കൂട്ടത്തിന് ലോൺ എടുത്തേരാം. വെളുക്കാൻ വേണ്ടി അയൽക്കൂട്ടത്തുനിന്ന് ലോണോ? അനക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്ത് കൂടി അനക്ക്? സ്വന്തം ഭാര്യ വെളുത്ത് കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ദുഷ്ടനായ ഭർത്താവാണ് നിങ്ങള്. ക്രൂരനായ ഭർത്താവ്. പാത്തുവോ ഇജൊന്ന് സമാധാനപ്പെട് പാത്തുവോ.